പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിന്റെ അവസാനം അദ്ദേഹം നിങ്ങളോടൊരു വാക്ക് ചോദിച്ചു, ഉറക്കെ ചോദിച്ചു. നിങ്ങൾ ഉറപ്പിച്ചൊരു മറുപടി പറയുമെന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് നിങ്ങൾ കൊടുത്തൊരു വാക്കുണ്ട്. വരാൻ പോകുന്ന ഈ യുദ്ധത്തിൽ തരൂരിന്റെ മണ്ണിൽ ആത്മാഭിമാനത്തിന് വേണ്ടി നിങ്ങൾ നടത്തുന്ന പോരാട്ടത്തിന് നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്നുള്ള ഉറപ്പും വാക്കും പറയുന്നു. ഒറ്റ കാര്യം മാത്രം ഞാൻ പറയുന്നു. നട്ടുച്ചയ്ക്ക് 1 മണിക്ക് 1:30 1:45 1:47 ഇങ്ങനെ ആയിരങ്ങൾ ഇവിടെ തടിച്ചുകൂടി ഇപ്പോഴും നിൽക്കുന്നതിന് അതിന്റെ അർത്ഥം എല്ലാരെക്കാളും വലുത് പാർട്ടി തന്നെയാണ്. എല്ലാവർക്കും അറിയാം. അധികാരത്തെക്കാൾ വലുത് ജനങ്ങളാണ്, വ്യക്തികളെക്കാൾ വലുത് പാർട്ടിയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ നടത്തുന്ന ജനാധിപത്യ പോരാട്ടം അത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണെങ്കിലും ശരി, ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ശരി, തരൂരിന്റെ വിഹായസിൽ ജനാധിപത്യ മുന്നണിയുടെ പതാക അത് ഉയർന്നു പറക്കാൻ ഈ പോരാട്ടത്തിന് കരുത്തുണ്ടാവട്ടെ. പ്രതിപക്ഷ നേതാവിന്റെ ജാഥയും മറ്റ് ജാഥയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായല്ലോ. സ്റ്റേജിന്റെ ബാക്കിൽ ആരെയും 2000 കൊടുത്ത് നിർത്തിയിട്ടുള്ള അവരേറ്റത്തിന്റെ ഏർപ്പാടുകൾ വേണ്ടി വരുന്നില്ല. ഇവിടെ ഭാവി കേരളം എന്തായിരിക്കണമെന്ന് നിങ്ങളോട് ചോദിച്ചും നിങ്ങളോട് പറഞ്ഞും പാലക്കാടിന്റെ കാർഷിക മേഖല ഉൾപ്പെടെയുള്ള മേഖലകളിൽ നാളെ പാലക്കാട് ആഗ്രഹിക്കുന്ന അദ്ദേഹം ഇന്ന് രാവിലെ നടത്തിയ പത്രസമ്മേളനത്തിന് മുമ്പ് ജനങ്ങളുമായി നടത്തിയ സംവാദത്തിൽ പറഞ്ഞു, ഒരു പാലക്കാട് ഡോക്യുമെന്റ്, പാലക്കാടിന്റെ വികസനത്തിന്റെ പ്ലാൻ അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഈ യാത്രയും അതിന്റെ നായകനും തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നിങ്ങളിലേക്ക് എത്തും. ഇപ്പൊ ഈ നട്ടുച്ച വെയിലത്ത് ഇവിടെ കൂടിയതുപോലെ ചോര നീരാക്കി അധ്വാനിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിന്റെയും മുന്നണിയുടെയും വിജയത്തിനു വേണ്ടി ഒരുമിച്ച് പോരാടാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേരുന്നു. രതീഷൊക്കെ എവിടെയുണ്ട്? ഇനി ഞാൻ വരും, അപ്പൊ പറയാം. ഇതാണ് പാലക്കാടിന്റെ തരൂർ നിയോജക മണ്ഡലത്തില് പുതുയുഗ യാത്രയെത്തിയപ്പോൾ ഷാഫി പറമ്പിൽ നടത്തിയ സംസാരം, ഷാഫി പറമ്പിലിന്റെ വാക്കുകൾ ഇതാണ്. ഇപ്പോ ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ടായ കാരണം സോഷ്യൽ മീഡിയയിൽ ചില അന്തംകമ്മി അടിമകളുടെ സൈബർ പ്രൊഫൈലുകളിൽ നിന്ന് വലിയ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. ഷാഫി പറമ്പിൽ കൈവിട്ടു രാഹുൽ മാങ്കൂട്ടത്തിലിനെ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യക്തിയല്ല പ്രസ്ഥാനമാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളിപ്പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഷാഫി പറമ്പിൽ മത്സരിപ്പിക്കില്ല എന്നുള്ള കട്ടായം ഷാഫി പറമ്പിൽ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഒരു പ്രചരണം അന്തംകമ്മി സൈബർ അടിമകളുടെ ഹാൻഡിലുകൾ, പ്രൊഫൈലുകൾ, സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്ന് ഈ പ്രസംഗത്തിൻ്റെ ചില ക്ലിപ്പുകൾ അടർത്തി മാറ്റിക്കൊണ്ട് കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്തുകൊണ്ട് അവരുടെ ആവശ്യത്തിന് വേണ്ടി ഒന്ന് വക്രീകരിച്ചിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞ ദിവസം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എന്താണെന്ന് മുഴുവനായിട്ടും നിങ്ങളെ കേൾപ്പിച്ചത്. ഇവിടെ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറഞ്ഞോ? ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കില്ല, മത്സരിപ്പിക്കില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം പറഞ്ഞോ? എന്തെങ്കിലും ഒരു അഭിപ്രായം ഷാഫി പറമ്പിൽ രേഖപ്പെടുത്തിയോ? ഇല്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ ഈ വ്യക്തിയല്ല പ്രസ്ഥാനമാണ് വലുത് എന്ന് ഷാഫി പറമ്പിൽ പറയാൻ ഉണ്ടായ കാരണം എന്താണ്? ഇത് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ തരൂർ അസംബ്ലി മണ്ഡലത്തിലാണ് ഈ പുതുയുഗയാത്രയുടെ വേദിയിൽ വെച്ചാണ് ഷാഫി ഈ പ്രസംഗം നടത്തുന്നത്. അവിടെ എന്താണ് പ്രത്യേകത? ഈ തരൂർ അസംബ്ലി മണ്ഡലത്തിൽ പെടുന്ന പ്രദേശമാണ് പെരിങ്ങോട്ട് കുറിശി. ഇപ്പം ഞാൻ ഈ പെരിങ്ങോട്ട് കുറിശി എന്നുള്ള വാക്ക് ഉപയോഗിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണ് കാര്യമെന്ന്. അപ്പോൾ ഈ പെരിങ്ങോട്ട് കുറിശിയിലെ ഒരു രാജാവുണ്ട്. രാജാവ് എന്നായിരുന്നു ഭാവം. ആരെപ്പോലെ? പിണറായി വിജയനെ പോലെ. ഞാൻ രാജാവാണെന്നാണ് ഭാവം, ഞാൻ പറയുന്നതാണ് നടക്കുകയുള്ളൂ എന്നായിരുന്നു ഭാവം. അങ്ങനെ പല വിലപേശലുകളും പല അവകാശങ്ങളും പല ചോദ്യങ്ങളുമൊക്കെ നടത്തി അവസാനം ഒന്നും കിട്ടില്ല എന്ന് കണ്ട് പാർട്ടി വിട്ട ആളുണ്ട് പെരിങ്ങോട്ട് കുറിശിയിൽ. ആ പെരിങ്ങോട്ട് കുറിശിയിലെ ഗോപിനാഥ് അല്ലേ എന്നല്ലേ അയാളുടെ പേര്? അതെ, ആ പെരിങ്ങോട്ട് കുറിശിക്കാരനെ കുറിച്ചാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്, അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചല്ല പറഞ്ഞത്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഈ കഴിഞ്ഞ 2025 ഡിസംബറിൽ നടന്ന
നമ്മുടെ കേരളത്തിൽ ഒട്ടുമിക്ക എല്ലായിടത്തും കേരളത്തിൽ ആസകലം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പെരുങ്ങോട്ടുകുരിശിയിലെ ഈ രാജാവെന്ന് സ്വയം കരുതുന്ന ഈ മഹാൻ അന്ന് CPM-ന്റെ കൂടെ ചേർന്ന് അവിടെ മത്സരിക്കുകയും പെരുങ്ങോട്ടുകുരിശിയിൽ ഒരു പ്രത്യേക ഒരു പാർട്ടി ഉണ്ടാക്കുകയും അവരെ അവിടെ പല വാർഡുകളിലും മത്സരിക്കുകയും ഒക്കെ ചെയ്തിട്ട് 8 നിലയിൽ പൊട്ടി എന്ന് പറഞ്ഞാൽ മത്സരിച്ച് 5, 6, 7 വാർഡുകളിൽ മത്സരിച്ചിടത്തൊക്കെ തോറ്റു എന്ന് മാത്രമല്ല കെട്ടിവെച്ച കാശ് പോലും തിരിച്ച് കിട്ടാത്ത രീതിയിൽ തോറ്റു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ആ പെരുങ്ങോട്ടുകുരിശി ഉൾപ്പെടുന്ന തരൂർ മണ്ഡലമായതുകൊണ്ട് അവിടെയാണ് വ്യക്തിയല്ല പ്രധാനം, പാർട്ടിയാണ് എന്നുള്ള ആ ഒരു വാചകം തന്നെ ഷാഫി പറമ്പിൽ പ്രയോഗിച്ചത്. അത് ഈ പെരുങ്ങോട്ടുകുരിശിയിലെ AV ഗോപിനാഥിനെ സൂചിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ പരാമർശിച്ചുകൊണ്ടാണ് ഇത്തരമൊരു പരാമർശം ഷാഫി പറമ്പിൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരാമർശത്തെയാണ് സഖാക്കള് രാഹുൽ മാങ്കൂട്ടത്തിലെ ഹെഡ്മാഷ് കൈവിട്ടു എന്ന് ചില അന്തംഗമ്മി അടിമകൾ, മറ്റു ചിലര് പ്രിൻസിപ്പൽ കൈവിട്ടു, രാഹുലിനെ തള്ളിപ്പറഞ്ഞു, കൂട്ടുകാരൻ തള്ളിപ്പറഞ്ഞു, ആത്മമിത്രം തള്ളിപ്പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുക സോഷ്യൽ മീഡിയകളിൽ. അതൊരു സുഖത്തിന് വേണ്ടിയിട്ടാ. കാരണം അന്തംഗമ്മി അടിമകളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്താലും പണ്ടാറടങ്ങാണ്, എന്ത് ചെയ്യാലും പൊട്ടിപ്പാളീസാകുകയാണ്. ഇപ്പോൾ ബാലുശ്ശേരിയിലെത്തിയപ്പോൾ അവിടെ ഒരു മൊയ്തീൻ ഖാനെ കൊണ്ടെന്ന് ഇറക്കിയിട്ട് നമ്മളെ മൊയ്തീനെ ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ പപ്പു പറഞ്ഞ പോലെ മൊയ്തീനെ കൊണ്ടെന്ന് ഇപ്പം ശരിയാക്കാമെന്ന് കരുതിയതാ. അത് പൊളിഞ്ഞു പാസ്സായി. ബാലുശ്ശേരിയിൽ നിന്ന് വണ്ടി വിട്ടപ്പോഴേക്കും അത് പൊളിഞ്ഞു പോയി. അത് കഴിഞ്ഞ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലൊരു നവകേരള സർവേ ഉണ്ടാക്കിയിട്ട് ഇപ്പം അതിൻ്റെ വോയിസ് ക്ലിപ്പുകളൊക്കെ വരുന്നുണ്ട്. പിണറായി വിജയൻ നിർദ്ദേശം നൽകുന്നതിൻ്റെ അത് ഹൈക്കോടതി ചുരുട്ടിക്കൊടുത്ത് കയ്യിൽ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്താലും പണി മേടിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതിനിടയിൽ ഇന്നലെ കുണ്ടറയിൽ PC വിഷ്ണുനാഥിനെതിരെ വലിയ വീഡിയോ എടുക്കലായിരുന്നു. വിഷ്ണുനാഥ് പിന്നെ സ്പോട്ടിലെ പണി കൊടുത്ത്, ഓൺ ദ സ്പോട്ട്, മാറി നിൽക്കേണ്ട സമയമൊന്നും കൊടുത്തിട്ടില്ല. അവിടെ ഓൺ ദ സ്പോട്ട് വെരി നെക്സ്റ്റ് മൊമെൻറ്റിൽ തന്നെ വിഷ്ണുനാഥ് അതും പൊളിച്ച് കയ്യിൽ കൊടുത്തു. അപ്പോൾ AKG സെൻറ്ററിലിരിക്കുന്ന കിണറേലു എന്ത് ചെയ്താലും എന്ത് ചെയ്യാൻ പറഞ്ഞാലും പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് ഇത്തരത്തിൽ ആഘോഷിക്കാനൊന്നുമില്ല. അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും, ഇപ്പോൾ കുറ്റ്യാടിയിൽ പുതിയ യാത്രയെത്തിയപ്പോൾ ഷാഫി പിടിച്ച് തള്ളി, ഷാഫിക്ക് നീരസം എന്നൊക്കെയായിരുന്നു കുറ്റ്യാടിയിലെത്തിയപ്പോൾ തലക്കെട്ടുകൾ. എന്നാൽ പെരുങ്ങോട്ടുകുരിശിയിൽ തരൂരിലെത്തിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളിപ്പറഞ്ഞു. അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞോ? അങ്ങനെ ഒരു വിഷയമേ ഉണ്ടായിട്ടില്ലെന്നേ. അങ്ങനെ ഒരു സംസാരമോ അങ്ങനെ ഒരു ഒന്നും ഉണ്ടായിട്ടില്ല. പെരുങ്ങോട്ടുകുരിശിയിലെ ഈ പറയുന്ന AV ഗോപിനാഥിനെ സൂചിപ്പിച്ചുകൊണ്ട് പരാമർശിച്ചുകൊണ്ട് ഷാഫി ചില പരാമർശങ്ങൾ നടത്തി എന്നല്ലാതെ അതും വലിയ പരാമർശങ്ങളൊന്നും നടത്തിയിട്ടില്ല. ആകെ ഒരൊറ്റ സെൻറ്റൻസേ പറഞ്ഞുള്ളൂ, വ്യക്തിയല്ല വലുത്, പ്രസ്ഥാനമാണ് വലുത് എന്നുള്ള ഒരൊറ്റ സെൻറ്റൻസ്. അപ്പോഴേക്കും അത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അന്തംഗമ്മി അടിമകൾ കയറ് പൊട്ടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്ത് പറയാനാ? മനസ്സിലായില്ലേ? അപ്പം ഇതാണ് അടിമകളുടെ അവസ്ഥ. എന്ത് ചെയ്താലും പാളിപ്പോവുക. ഇപ്പോൾ VD സതീശൻ പുതിയ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് അവിടെ നിന്ന് ആര്, ഗോവിന്ദൻ, നമ്മളെ ഗോവിന്ദൻ സഖാവ് ഒരു ജാഥ തുടങ്ങി. എന്താ പ്രശ്നം? ഗോവിന്ദൻ സഖാവ് വന്നു നോക്കുമ്പോൾ സദസ്സിൽ ഭൂരിപക്ഷവും ആരാണ്? ഒഴിഞ്ഞ കസേരകളാണ്, ആളില്ല. നിരത്തിയിട്ട കസേരയിലിരിക്കാൻ ആളില്ല. അതാണ് ഗോവിന്ദൻ ജാഥ നടത്തിയിട്ടുണ്ടായ അനുഭവം. അപ്പോൾ എല്ലാ നിലയിലും പരാജയം. ഇപ്പോൾ ലാസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് എന്താ സംഭവിച്ചിരിക്കുന്നത്? കേരളത്തിലെ വലിയ ഒരു ബാർ കോഴ നടക്കുകയാണ്. അപ്പം അതിൻ്റെ ചില വോയിസ് ക്ലിപ്പുകൾ വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഇങ്ങനെ സമയം കൂട്ടും, ഡ്രൈ ഡേ ഇല്ലാതെയാക്കും എന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പണപ്പിരിവ് ബാർ ഉടമകൾ തമ്മിൽ നടത്തുന്നതിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കണമെന്നാണ് ആ വോയിസ് ക്ലിപ്പിൽ പറയുന്നത്. ഞാൻ അതുമായിട്ട് വിശദമായിട്ടൊരു വീഡിയോയിൽ വരുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ, അതിനെക്കുറിച്ച് പിന്നീട് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ചെയ്യുന്നതൊക്കെ കയ്യിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ എന്താണ് രാഹുൽ മാങ്കൂട്ടം വിഷയം തന്നെ നിങ്ങളൊന്ന് എടുത്തു നോക്ക്. രാഹുൽ മാങ്കൂട്ടം വിവാദം കത്തിച്ചത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടിട്ടാ അല്ലേ? എന്നിട്ട് ഓഗസ്റ്റ് 20 തുടങ്ങിയ അത് ആരോപണങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. ഇങ്ങനെ വന്ന് അപ്പോൾ ആരോപണങ്ങളില്ല. അപ്പോൾ അന്ന് രാഹുൽ ചോദിച്ച പരാതിക്കാരി എവിടെയെന്ന് ചോദിച്ചപ്പോൾ പരാതിക്കാരികളില്ലാതെ ഇങ്ങനെ കുഴങ്ങി നിൽക്കുമ്പോൾ പോലീസുകാർ പോവുകയാണ്.
ഈ ഒന്നാമത്തെ പരാതിക്കാരിയുടെ അടുത്ത്, അന്ന് പരാതിക്കാരിയല്ല, അവിടെ പോയിട്ട് പരാതി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പരാതിയില്ല, നിയമ നടപടിക്കില്ല എന്ന് പറഞ്ഞ് ഒഴിവായ ആൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം വന്നിട്ട് പരാതി നൽകുക മുഖ്യമന്ത്രിയെ കണ്ടിട്ട്. എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വല്ല നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചോ? ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, 8 നിലയിൽ പൊട്ടുകയാണ് ചെയ്തത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഇങ്ങോട്ടുള്ള ഓരോ സംഭവ വികാസങ്ങളും 8ൻ്റെ പണിയായിട്ട് സ്വന്തം ഒരു ബൂമറാങ് ആയിട്ട് ഇങ്ങനെ തിരിച്ചടിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ കിണറയിലും AKG സെൻറ്ററിൽ ഇരുന്നിട്ട് എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ ആലോചിച്ച് നോക്കുക. അവസാനം മണിശങ്കർ അയ്യരെ കൊണ്ടുവന്നു. വിഷൻ 2031 എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ടാക്കിയിട്ട് മണിശങ്കർ അയ്യർ, കോൺഗ്രസ്സുകാരനാണ്, പഴയ കോൺഗ്രസ്സുകാരൻ, അയാളെ കൊണ്ടുവന്നിട്ട് പിണറായി സ്തുതിപാഠകനാക്കി. എന്നാൽ ഈ മണ്ടന്മാർ വിചാരിക്കണ്ടേ ഇത് കേരളത്തിലെ ജനാണ്, മണിശങ്കരനല്ല, ഏത് ശങ്കരൻ കിലുക്കി വന്നാലും ഇവിടെ ജനം അവർക്കൊരു പ്രബുദ്ധതയുണ്ട്, അവർക്ക് രാഷ്ട്രീയ ബോധമുണ്ട് എന്നുള്ളത് ഈ മണ്ടന്മാർ മനസ്സിലാക്കണ്ടേ. മണിശങ്കരൻ വന്ന് കുലുക്കിയാൽ കുലുങ്ങുന്നതല്ല കേരളം എന്നുള്ളത് ഇവർ മനസ്സിലാക്കണ്ടേ. എന്നാലും മണിശങ്കരൻ വന്ന് കുലുക്കിപ്പോയി എന്നല്ലാതെ അതിനെ തുടർന്ന് വലിയ ചലനങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ പണിയുന്നതൊക്കെ 8 നിലയിൽ തിരിച്ചടിയാവുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കുന്നില്ല. സർക്കാർ ചെലവിൽ ഖജനാവിൽ നിന്ന് പണമെടുത്ത് സർക്കാർ ഉദ്യോഗസ്ഥരെ ഇറക്കിയിട്ട് ഒരു സർവേ, നവകേരള സർവേ. അപ്പോൾ നവകേരള സർവേയിലേക്ക് പോകുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പിണറായി വിജയൻ എന്താ ഉപദേശവും നിർദ്ദേശവും നൽകുന്നത്? സർക്കാർ തിരിച്ചു വരണം, അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനില്ലെങ്കിൽ കേരളം ഉണ്ടാവില്ല പറയുന്നതാണ്. ഞാനില്ലെങ്കിൽ കേരളം ഉണ്ടാവില്ല. പണ്ട് പരശുരാമൻ മഴു എറിഞ്ഞത് എന്നെ കണ്ടിട്ടാണ് എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. എന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ പരശുരാമൻ മഴു തന്നെ എറിയില്ലായിരുന്നു, അങ്ങനെ എറിഞ്ഞില്ലായിരുന്നെങ്കിൽ കേരളം തന്നെ ഉണ്ടാവില്ലായിരുന്നു എന്നാണ് ഈ പറയുന്ന നവകേരള സർവേക്ക് പോകാൻ ഒരുങ്ങിയ ഉദ്യോഗസ്ഥർക്ക് പിണറായി വിജയൻ എന്തു കൊടുത്തത്? നിർദ്ദേശം കൊടുത്തത്. പക്ഷേ അത് പോകേണ്ടി വന്നില്ല, വീടുകൾ കയറേണ്ടി വന്നില്ല. അതിനു മുമ്പ് ഹൈക്കോടതി ചുരുട്ടിക്കൂട്ടിയിട്ട് കയ്യിൽ കൊടുത്തു. അപ്പോൾ ഇതാണ് അവസ്ഥ. ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഇതാണ്, തൊടുന്നതെല്ലാം പാളുകയാണ്, ചെയ്യുന്നതൊക്കെ വൻ വീഴ്ചകളാവുകയാണ്, ചെയ്യുന്നതൊക്കെ ഭൂലോക തോൽവികളാവുകയാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്? പിന്നെ എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പറ്റുമോ നോക്കുക. ഇങ്ങനെ തിരിച്ച് നിൻ്റെതങ്ങോട്ട് കീറിയാലും വേണ്ടില്ല, എൻ്റെതങ്ങോട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞ രീതിയിൽ അങ്ങോട്ട് തിരിച്ച് കയറ്റാൻ നോക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇതും നടക്കുന്നത്. എന്താണ്? ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഷാഫി പറമ്പിൽ കൈവിട്ടു, സ്കൂൾ ഹെഡ്മാഷ് കൈവിട്ടു, അല്ലെങ്കിൽ സ്കൂൾ പ്രിൻസിപ്പൾ കൈവിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ AV ഗോപിനാഥിനെ പറ്റി സംസാരിച്ച കാര്യങ്ങൾ അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആര്? സൈബർ അന്തംകമ്മി അടിമകൾ. ഈറ്റങ്ങൾ എന്ത് ചെയ്യാനല്ലേ? ഈ രാജാവിൻ്റെ തീട്ടം നക്കി നടന്നാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ബുദ്ധി റിവേഴ്സ് ഗിയറിലേക്ക് പോകുന്നല്ലാതെ ഒരു ഉപകാരമില്ല. എന്തെങ്കിലും ഈ ഇങ്ങനെ കോലിട്ടിളക്കുക എന്നുള്ള ഏർപ്പാടല്ലാതെ വേറെ ഒന്നും അറിയില്ല, വേറെ ഒന്നും ചെയ്യാനുള്ള പ്രാപ്തിയും ഇല്ല. അതാണ് ഇറ്റങ്ങളെ അവസ്ഥ.